ഡൽഹി പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം. PVR സിനിമാ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. ഇവിടെ നിന്ന് വെളുത്ത പൊടി കണ്ടെത്തിയിട്ടുണ്ട്. NSGയും പോലീസ് സംഘവും അടക്കം സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി നൽകുന്നതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഡൽഹിയിൽ നിന്നും. ബൽറാം, ഈ സ്ഫോടനം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് എങ്ങനെ ഈ സ്ഫോടനം ഉണ്ടായി, അതും ഇങ്ങനെയൊരു സ്ഥലത്ത് ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, പ്രവിത, ഇപ്പോൾ സ്ഫോടനം നടന്ന പ്രശാന്ത് വിഹാറിലെ ഈ പാർക്കിന് സമീപമുള്ള പ്രദേശത്ത് NSG സംഘത്തിന്റെ വിദഗ്ധ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. NSGയുടെ ബോംബ് ഡിസ്പോസൽ യൂണിറ്റ് പ്രത്യേക ഒരു ലാബ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായ ഒരു ലാബ് തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും ലഭിക്കുന്ന തെളിവുകൾ അത് പ്രാഥമിക പരിശോധന നടത്തി ചെറിയ പാക്കറ്റുകളിലാക്കി സൂക്ഷിക്കുകയാണ് വിദഗ്ധ പരിശോധനയ്ക്കായി. ആദ്യഘട്ടത്തിൽ NSG ഇവിടെ എത്തിയ ഉടൻ തന്നെ മറ്റ് ഏജൻസികളെ ഇവിടെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച്, കൂടാതെ ഡൽഹി പോലീസിന്റെ തന്നെ ബോംബ് സ്ക്വാഡ് എന്നിവരായിരുന്നു. അവരെ മാറ്റി NSGയുടെ 15-അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിക്കുകയായിരുന്നു. പൂർണ്ണ സജ്ജീകരണങ്ങളോടെ 3 ബോംബ് പരിശോധന നടത്തുന്ന പരിശീലനം ലഭിച്ച നായ്ക്കളുമായാണ് ഈ സംഘം എത്തിയത്. അവരുടെ പരിശോധനകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ ഇവിടെയുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു NSGക്ക്. അതിനായുള്ള പ്രത്യേക പരിശോധനകൾ നടത്തി ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് വിദഗ്ധമായ പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതുവരെയും ഡൽഹി പോലീസിന്റെയോ NSGയുടെയോ മറ്റേതോ എങ്കിലും ഏജൻസിയുടേതോ ഭാഗത്തു നിന്ന് സ്ഫോടനം സംബന്ധിച്ചുള്ള യാതൊരു ഔദ്യോഗികമായ പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സ്ഫോടനത്തെ കാണുന്നത്. കാരണം ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ഒരു ആൾത്തിരക്കുള്ള പ്രദേശത്ത് സമീപത്തായി ഏതാണ്ട് 150-200 മീറ്റർ അകലെയാണ് PVR തിയേറ്റർ. ഇതിന് സ്ഫോടനം നടന്ന പ്രദേശത്തു നിന്നും വെറും 60 മീറ്റർ മാത്രം അകലെയാണ് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. നേരെ എതിർഭാഗത്തായി നിരവധി കടകളുണ്ട്, പിന്നിൽ പാർക്കുണ്ട്. ആൾത്തിരക്കേറിയ ജനവാസ മേഖലയ്ക്ക് നടുക്കിലുള്ള ഒരു പാർക്കാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഉച്ചയ്ക്ക് 11:48 ഈ സ്ഫോടനം ഉണ്ടായത്. എങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഈ പ്രദേശത്തു നിന്നും വെളുത്ത നിറത്തിലുള്ള പൊടി കണ്ടെത്തിയിരുന്നു. ആ പൊടി അത് കഴിഞ്ഞ മാസം ഡൽഹിയിലുണ്ടായ സ്ഫോടനം, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ആ സ്ഫോടന ശേഷം തെറിച്ച് വീണ പൊടിയാണ്. ഇതേ രീതിയിലുള്ള പൊടി ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു സ്ഫോടനം നടന്ന ഉടൻ തന്നെ എന്നുള്ളതാണ്. ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും 500 മീറ്ററോളം അകലെയാണ് ഡൽഹി ഈ പ്രശാന്ത് വിഹാറിലെ CRPF സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിൻ്റെ മതിലിലാണ് കഴിഞ്ഞ മാസം സ്ഫോടനം ഉണ്ടായത്. റോഡ് സൈഡിൽ തന്നെ മതിലിനോട് ചേർന്നുണ്ടായ ഉഗ്രസ്ഫോടനം ഉഗ്രസ്ഫോടനമായിരുന്നു. വലിയ ശബ്ദമുണ്ടായിരുന്നു, എങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിൽ വെറും 500 മീറ്റർ മാത്രം അകലെ മറ്റൊരിടത്ത് സമാന സ്വഭാവമുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. 2 സ്ഫോടനങ്ങളും ഉണ്ടായത് മതിലിനോട് ചേർന്ന് തന്നെയാണ്. കൂടാതെ ഈ സ്ഫോടന ശേഷം വെളുത്ത പൊടി കണ്ടെത്തിയിരുന്നു 2 ഇടങ്ങളിലും. ഇതെല്ലാം കൊണ്ട് തന്നെ 2 സ്ഫോടനങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരേ സംഘടനയോ വ്യക്തിയോ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം പോലീസിനുണ്ട്. എങ്കിൽ പോലും ഔപചാരികമായി അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആദ്യ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അത് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് സിഗരറ്റ് കുറ്റിയിൽ നിന്നുണ്ടായ തീയെ തുടർന്ന് പൊട്ടിത്തെറിച്ചതാണെന്ന തരത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങൾ വന്നിരുന്നു. പിന്നീട് അതിന് സിഖ് സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടനം നടന്നയിടത്തും NIA അടക്കമുള്ള ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഒരു മാസത്തിനകം തന്നെ വീണ്ടും ഒരു സ്ഫോടനം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായത്. അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും മറ്റ് ഏജൻസികളും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് NSGയുടെ പ്രത്യേക സംഘം എത്തി ഇത് പരിശോധിക്കുന്നത്. ഈ പരിശോധിക്കാനായി എടുത്ത സാമ്പിളുകൾ അത് പ്രാഥമിക പരിശോധന നടത്തി ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. അതിലൂടെ തന്നെ ഏത് സംഘടന സാധാരണയായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, രാജ്യത്തിനകത്ത് നിന്നുള്ളതാണോ
പുറമേ നിന്നും കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിൽ നിന്നും വ്യക്തമാകും. ഇതിന് പിന്നിലുള്ള സംഘടന അല്ലെങ്കിൽ വ്യക്തി, അവരുടെ സ്വഭാവം എല്ലാം തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത് അതീവ സൂക്ഷ്മമായി തന്നെയാണ് ഈ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും പരിശോധനകൾ ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖല പൂർണ്ണമായും തന്നെ പോലീസ് ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ടാഗുകൾ കെട്ടി കോർഡൺ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ് എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആളുകൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്താനും ഫയർഫോഴ്സിനെയും മറ്റ് ഏജൻസികളെയും വിവരമറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയിൽ നിന്നായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. ഇതിന് മറ്റ് നേരത്തെ സംശയിച്ചിരുന്ന സിഖ് സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇവിടെ അപിദർദാസ് ജോ ഹോനെപ്പർ ഇവിടെ ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് നിരവധി പേർ ഈ പ്രദേശത്തുണ്ടായിരുന്നു എങ്കിൽ പോലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അത് ഏറെ ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ ഒരു മാസത്തെ ഇടവേളയ്ക്കിടയിൽ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഏജൻസികൾ. ശരിയാണ്, ബൽറാം പറഞ്ഞത് തന്നെയാണ്. അതായത് രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഈ രീതിയിൽ ആർക്കും പരിക്കുകളില്ല, ആളപായമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ സ്ഫോടനം ഉണ്ടാവുന്നു, അത് ഉഗ്രശേഷിയുള്ള സ്ഫോടനം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത് ആരാണ് എന്നൊക്കെ കണ്ടെത്താനുള്ള സമയം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു മാസം മുൻപാണ് സ്കൂളിനടുത്തുണ്ടായത്, ഇപ്പോൾ ഒരു തിയേറ്ററിൻ്റെ അടുത്താണ്. ഇത് എന്തെങ്കിലും സൂചനകളാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് പ്രശാന്ത് വിഹാറിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേർന്നത്.